ഇറാൻ യുദ്ധത്തിന് സമയപരിധി നിശ്ചയിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ന്യൂസ് മാക്സ് ടെലിവിഷനോടാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ആഭ്യന്തര തകർച്ച നേരിടുമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ന്യൂയോർക്ക് പോസ്റ്റിനോടാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിയമത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതാദ്യമായാണ് അമേരിക്ക ചർച്ചയിലേക്ക് ഏർപ്പെടാൻ ശ്രമിക്കുന്ന ഇറാൻ നേതാവിന്റെ പേര് ട്രംപ് വെളിപ്പെടുത്തുന്നത്. അമേരിക്കയുമായി ചർച്ച നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 31 ദിവസത്തിൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ബഗായി പ്രസ്താവനയിൽ പറഞ്ഞു. പാകിസ്ഥാൻ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളിലൂടെ ചർച്ച നടത്താൻ അഭ്യർത്ഥനകളും അമേരിക്കയുടെ നിർദ്ദേശങ്ങളും ലഭിച്ചതായി ഇസ്മായിൽ ബഗായി സ്ഥിരീകരിച്ചു. നയതന്ത്ര ചർച്ചകൾക്കിടയിൽ അമേരിക്ക 2 വട്ടം നടത്തിയ ആക്രമണങ്ങൾ മറക്കില്ല, പ്രതിരോധത്തിനാണ് ഇപ്പോൾ നൽകുന്നതെന്നും ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്താനുള്ള പദ്ധതിക്ക് ഇറാൻ പാർലമെന്ററി കമ്മിറ്റി അംഗീകാരവും നൽകി. ഇറാന്റെ ശത്രു രാജ്യങ്ങൾക്കും ഇറാനെതിരായ ഉപരോധങ്ങളിൽ പങ്കെടുത്ത രാജ്യങ്ങൾക്കുമാണ് ഗതാഗത വിലക്ക്. ഒമാനുമായി സഹകരിച്ചാകും പുതിയ ടോൾ സംവിധാനം നടപ്പിലാക്കുന്നതെന്നും ഇറാൻ മാധ്യമം വ്യക്തമാക്കി. ഇറാനുമായുള്ള യുദ്ധത്തിന് ഒരു സമയപരിധി നിശ്ചയിക്കില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതേസമയം ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ പ്രതിരോധ ചിലവുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് 2026 ബജറ്റ് പാസാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. 69,900 കോടി ഷെക്കലിന്റെ ഏകദേശം 20 ലക്ഷം കോടി രൂപ ബജറ്റിനാണ് ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് അംഗീകാരം നൽകിയത്. 55-നെതിരെ 62 വോട്ടുകൾക്ക് ബജറ്റ് പാസ്സായി. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റാണിത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കീഴിൽ പ്രതിരോധ ചിലവ് ഗണ്യമായി കൂടിയെന്ന് ബജറ്റ് രേഖകൾ പറയുന്നുണ്ട്. 2023 ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം പ്രതിരോധ ചിലവ് 120% വർദ്ധിച്ചു. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കും മറ്റു സൈനിക ആവശ്യങ്ങൾക്കുമായി $600 കോടി വകയിരുത്തിയിരിക്കുന്നത്. ആയുധ ശേഖരം വർദ്ധിപ്പിക്കാനും സൈനികർക്ക് പ്രതിഫലം നൽകാനുമാണിത്. ലെബനനിലും ഇസ്രായേൽ സൈനിക നീക്കം നടത്തുന്നുണ്ട്. ഇതിനുവേണ്ടി ഓരോ ആഴ്ചയും $160 കോടി വേണം. 2023 ഹമാസ് ആക്രമണത്തിന് തിരിച്ചടിയായി ഗാസയിൽ സൈനിക നടപടി തുടങ്ങിയ ശേഷം ഇസ്രായേലിന്റെ കടമെടുപ്പും വർദ്ധിച്ചിട്ടുണ്ട്. 2024 മാത്രം 28,000 കോടി ഷെക്കലായിരുന്നു കടമെടുപ്പ്. പുതിയ ബജറ്റിന് വേണ്ടി കടമെടുപ്പ് വർദ്ധിപ്പിക്കേണ്ടി വരും. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നവരെ സംരക്ഷിക്കാനാണ് ഈ ബജറ്റ്. എതിർത്ത് വോട്ട് ചെയ്യുന്നവർ ഇസ്രായേലിന്റെ സുരക്ഷയെയാണ് അപകടത്തിലാക്കുന്നതെന്നും ഇസ്രായേൽ ധനമന്ത്രി ബെസാനെൽ സ്മോട്രിച്ച് പറഞ്ഞു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഈ ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് യൈർ ലപീദ് ആരോപിച്ചത്. ബജറ്റ് സമ്മേളനത്തിനിടയിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് പലതവണ സഭ പിരിയേണ്ടി വന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് തിരക്കിട്ട് ബജറ്റ് പാസാക്കിയതിലൂടെ നെതന്യാഹു ഒഴിവാക്കിയത്. ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നാൽ നെതന്യാഹു തോൽക്കുമെന്ന് ചില സർവേകൾ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 31-നകം ബജറ്റ് പാസ്സായില്ലായിരുന്നെങ്കിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരുമായിരുന്നു. ഒക്ടോബർ വരെയാണ് നിലവിലെ സർക്കാരിന്റെ കാലാവധി. എന്നാൽ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബറിൽ തന്നെ നടത്തുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.